Hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാടൻ കേരള സ്റ്റൈൽ ചക്കപ്പുഴുക്കും ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനിൽ വരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ല കുഴഞ്ഞ രൂപത്തിൽ വരണം. സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയ്ക്ക് ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ സവാള ഒരു പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ ഇനിയും ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടാനായിട്ടാണ്. പിന്നെ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ചിക്കൻ ഇവിടെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കന് കുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ഈ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൽ വെള്ളം വരും. ചിക്കന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ചതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ കറി പോലെയല്ല ചിക്കൻ ഉണ്ടാക്കുന്നത്, ഒരു ഗ്രേവി പോലെയാണ്. അപ്പോൾ ഇതിലെ വെള്ളം ഇനിയും നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ വെള്ളം വറ്റുന്ന വരെ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചക്കപ്പുഴുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. 3 വിസിൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്കൊരു നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 3 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചക്കപ്പുഴുക്കിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ചക്ക ഒന്ന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കഴിക്കാനായിട്ട്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാടൻ ചക്കപ്പുഴുക്കും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.